നമ്മുടെ നാട്ടിലെ റോഡുകളൊക്കെ പലതരത്തിൽ മാറി തുടങ്ങിയിട്ടുണ്ട്. വലിയ മാറ്റങ്ങൾ നമ്മുടെ നാട്ടിലെ റോഡുകൾക്കൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഈ യാത്രാ ക്ലേശം ഒഴിവാക്കാനായി പല പ്രധാനപ്പെട്ട ടൗണുകളിലും ബൈപ്പാസുകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ്. ബൈപ്പാസുകൾ നമുക്ക് എളുപ്പമുള്ള യാത്ര സമ്മാനിക്കുന്നുണ്ട്. ഗതാഗതക്കുരുക്കില്ലാതെ തിരക്കുകളില്ലാതെ കടന്നുപോകാൻ കഴിയുന്ന ഒരു അവസരം ഒരുക്കുന്നുണ്ട്. അത്തരത്തിലൊരു ബൈപ്പാസിനെ കുറിച്ചാണ് ഞാൻ ഇനി സംസാരിക്കാൻ പോകുന്നത്. കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലയിലെ യാത്രാ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകാൻ കുറ്റ്യാടി ബൈപ്പാസ് യാഥാർത്ഥ്യമാകുന്നു. പ്രവൃത്തി ഉദ്ഘാടനം മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. മലയോര മേഖലയിലെ യാത്ര സുഗമമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കുറ്റ്യാടി ബൈപ്പാസ് യാഥാർത്ഥ്യമാകുന്നത്. പ്രവൃത്തിയുടെ ഉദ്ഘാടനത്തോടൊപ്പം സമ്മാനമായി കുറ്റ്യാടി ജംഗ്ഷൻ ഇംപ്രൂവ്മെന്റ് പദ്ധതി യാഥാർത്ഥ്യമാക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. പദ്ധതിയുടെ ഇൻവെസ്റ്റിഗേഷന് 7.5 ലക്ഷം രൂപയുടെ ഭരണാനുമതി നൽകിയതായും പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി. റോഡുകളുമായി ബന്ധപ്പെട്ട 9 പ്രവൃത്തികൾ ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. 45 കോടി 46 ലക്ഷം രൂപയാണ് ഇപ്പോൾ ഈ പദ്ധതികൾക്കായി സർക്കാർ ചെലവഴിച്ചിട്ടുണ്ട്. 50 കോടി രൂപയുടെ പ്രവൃത്തി ഇന്നിപ്പോ ആരംഭിക്കുന്നു. ഇങ്ങനെ 825 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ച 4 പ്രവൃത്തികൾ ഇപ്പോൾ ആരംഭിക്കാനുമുണ്ട്. കുറ്റ്യാടി നിയോജക മണ്ഡലത്തിന്റെ വികസനം ഇനിയുമേറെ നടത്താൻ എല്ലാ ഇടപെടലും സംസ്ഥാന സർക്കാർ നടത്തും. ജാനേക്കാട്, പെരുവണ്ണാമൂഴി, കക്കയം, വയലട ഹൈഡൽ ടൂറിസം സർക്യൂട്ട് സാധ്യത വൈദ്യുതി വകുപ്പുമായി ആലോചിച്ചതായും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ ടൂറിസം ഡെസ്റ്റിനേഷൻ കൂടുതൽ വികസിപ്പിക്കുന്ന കാര്യം ചർച്ച ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. മലയോരത്ത് KSRTC ബസ് സർവീസ് ആരംഭിക്കുന്ന കാര്യം ഗതാഗത വകുപ്പ് മന്ത്രിയുമായി ചർച്ച നടത്തുമെന്നും ബൈപ്പാസ് സമയബന്ധിതമായി നടപ്പിലാക്കാൻ മന്ത്രിയുടെ ഓഫീസിൽ എല്ലാ മാസവും അവലോകന യോഗം ചേരുമെന്നും മന്ത്രി വ്യക്തമാക്കി. സർക്കാർ പരിപാടികളിലെ പ്രതിപക്ഷ ബഹിഷ്കരണം എന്ന നിലപാട് തിരുത്തണമെന്നും ബഹിഷ്കരണം തുടങ്ങിയതോടുകൂടി പരിപാടിക്ക് ആളുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ കുറ്റ്യാടി MLA KP കുഞ്ഞമ്മദ്കുട്ടി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. കൈരളി ന്യൂസ്, കോഴിക്കോട്.